അപ്പൊ എന്തായാലും ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ 2 സ്കൂൾ കുട്ടികൾ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ സ്കൂൾ കുട്ടികളായിട്ട് നിൽക്കുന്നത്. അല്ല, സ്കൂൾ കുട്ടികൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാ ഇപ്പൊ? അതെ, ഞാൻ പഠിച്ചത് മോഡൽ സ്കൂളിലാണ്, ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ. അന്ന് നമ്മുടെ മെയിൻ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഉടനെ കളിക്കുക, ബാക്കി അങ്ങനത്തെ ഒരുപാട് അഭ്യാസങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ സ്കൂളിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. അതായത് 3D മോഡലിംഗ്, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ഹൈടെക് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് സിലബസ് എന്ന് വേണ്ട അങ്ങനത്തെ ഒരുപാട് പുതിയ 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 സംഭവങ്ങൾ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഭാവിയിലുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്തൊന്നും ബുക്ക് കിട്ടിയിട്ടേ ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും വർക്ക് ബുക്ക് ആണെങ്കിലും ചിലപ്പം ക്ലാസ് തുടങ്ങി ഒരു ടൈമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് കിട്ടും, പിന്നെ കുറച്ച് പേർക്ക് കിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും. മറ്റ് അപ്പുറത്തുള്ളത് നമ്മൾ നോക്കും. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പം അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുട്ടികളുടെ കൈകളിലേക്ക് പുസ്തകങ്ങൾ കിട്ടി തുടങ്ങി. അപ്പൊ അതൊക്കെ ഭയങ്കര വലിയ മാറ്റങ്ങളാണ്. പിന്നെ ഇപ്പൊ വിജയ ശതമാനമൊക്കെ കൂടി അഡ്മിഷൻ പോലും കിട്ടാൻ പറ്റാത്തൊരു ഇപ്പൊ ഗവൺമെന്റ് സ്കൂളൊക്കെ 100% ആണ്.